കേവലം മിനിറ്റുകൾ മാത്രമാണ് ഇതിങ്ങനെ കൊട്ടിക്കയറി ആവേശം എന്താണ് അങ്ങനെ പയ്യെ ആവേശം തീർന്ന് വളരെ പെട്ടെന്നങ്ങ് നിശബ്ദമായി നാളെ നിശബ്ദ പ്രചരണത്തിലേക്ക് പോകാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം, അരമണിക്കൂറും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആലപ്പുഴ സക്കറിയ ബസാറിൽ നിന്നും അശ്വിൻ പാലാഴി ചെയ്യുന്നു. അശ്വിൻ, അവിടെ ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകൾ ഒക്കെ ഇടതുകോട്ടയാണ്. ജില്ലാ പഞ്ചായത്ത് കുത്തക 6 മുനിസിപ്പാലിറ്റികൾ 3 എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ UDF ഒരു KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വലിയ ശക്തമായ പ്രചരണം നടത്തി. അവിടെ ചില പഠനങ്ങളൊക്കെ നടത്തിയുള്ള ശാസ്ത്രീയമായ പ്രചരണം നമുക്ക് നടത്തിയതാണ്. അവർ പറയുന്നത് അവർ പിടിക്കും എന്ന് പറയുന്നുണ്ട്. ആര് പിടിച്ചാൽ, ആര് വാണാലും ആര് വീണാലും ആലപ്പുഴയുടെ ആവേശം എങ്ങനെ അവസാന മണിക്കൂറിൽ? അശ്വിൻ, ജില്ലാ പഞ്ചായത്ത് മുതൽ ഗ്രാമപഞ്ചായത്ത് വരെ ആലപ്പുഴയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇടതിൻ്റെ വ്യക്തമായ തേരോട്ടമുള്ള ജില്ലയാണ്. മുനിസിപ്പാലിറ്റികളടക്കം 6 മുനിസിപ്പാലിറ്റികളുള്ളതിൽ അതിൽ 3 LDF ഭരിക്കുന്നു, 3 UDF ഭരിക്കുന്നു. പിന്നീട് താഴേക്ക് വന്നാൽ ജില്ലാ പഞ്ചായത്തിൽ 21-ലും LDF ആണ്. ആകെ 72 ഗ്രാമപഞ്ചായത്തുള്ളതിൽ അതിൽ 52 ഭരിക്കുന്നത് LDF ആണ്. അങ്ങനെ ആകെ കണക്ക് നോക്കുമ്പോൾ LDFന് വ്യക്തമായ ആധിപത്യമുള്ള ജില്ലയാണ് ആലപ്പുഴ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ മുന്നോട്ട് പോകും, അതിനെ ഏതെങ്കിലും ഒരു ചാഞ്ചാട്ടത്തിലൂടെ UDF അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമൊക്കെ UDF നടത്തുന്നുണ്ട്. പക്ഷേ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇടത് കോട്ടകൾ പറയുന്നത്. ആ കോട്ടകൾ ഏത് വില കൊടുത്തും കാത്തു സൂക്ഷിക്കുമെന്ന ഒരു നിലപാട് നേതാക്കളടക്കം പറയുന്നുണ്ട്. MP ഗോവിന്ദൻ മാസ്റ്ററടക്കം നേരിട്ടെത്തി പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചൊരു ജില്ല കൂടിയാണ് ആലപ്പുഴ. മറു സൈഡിലേക്ക് നോക്കിയാൽ UDFന് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു ആലപ്പുഴയിൽ ഇന്ന് പകൽ വരെയുള്ള, അതായത് ഇപ്പോഴും നടക്കുന്ന പ്രചരണത്തിൻ്റെയൊക്കെ മുൻനിരയിൽ അദ്ദേഹമുണ്ട്. KC വേണുഗോപാൽ നേരിട്ടിറങ്ങി നടത്തുകയാണ്. എന്തായാലും ഈ 2 മുന്നണികൾ തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിലേക്കൊക്കെ ആലപ്പുഴ പോയി. ഈ മണിക്കൂറിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സക്കറിയ ബസാറിലാണ്. ഇവിടെ സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമം എന്നൊക്കെ പറയാം. സമീപ വാർഡുകളിലെ, അതായത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ഹൃദയഭാഗം കൂടിയാണ് സക്കറിയ ബസാർ. സമീപ വാർഡുകളിലെ എല്ലാ സ്ഥാനാർത്ഥികളും ഇതാ നമ്മൾ ഈ കാണുന്ന ഈ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ, അതിൻ്റെ ഉള്ളിൽ ഈ സമീപ വാർഡുകളിലെ 3 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണുള്ളത്. അവരെല്ലാം ഈ വാർഡിലെ സമീപത്തെ വാർഡുകളിലെ വോട്ടേഴ്സ് എല്ലാം ഇവിടെ ചേർന്ന് നിൽക്കുകയാണ്. ഓരോ പാർട്ടിക്കും ഓരോ സ്ഥലം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ LDFന് സക്രിയ ബസാർ, അതിന് സമീപത്തെ UDF വെൽഫെയർ പാർട്ടി അങ്ങനെ പോവുകയാണ്. ഹാഷ്മി, എന്തായാലും രാഷ്ട്രീയം LDFനുള്ളിൽ വലിയ കലുഷിതമാണ്. പല പഞ്ചായത്തുകളിലും തർക്കങ്ങൾ നിലനിൽക്കുന്നു. CP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, CPM അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അങ്ങനെ തർക്കങ്ങളുണ്ട്. UDF അതേ സമാനമായ തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതിനെല്ലാം അപ്പുറത്തേക്ക് ആ മണിക്കൂർ അവസാനത്തേക്ക് എത്തുമ്പോൾ, അതായത് ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശം ആലപ്പുഴയുടെ സമഗ്ര മേഖലകളിലും ഉണ്ട്. ഉറപ്പായും തർക്കങ്ങളില്ലാത്ത മുന്നണികളില്ല, തർക്കങ്ങളില്ലാത്ത പാർട്ടികളില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തർക്കങ്ങൾ ഉണ്ടാവണം. അതാണ് ജനാധിപത്യത്തിന്റെ ഭംഗി. അതുണ്ടായ മതി. കാര്യം താഴെത്തട്ടിലുള്ളതാണ്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ജനപ്രാതിനിധ്യം കിട്ടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവിടെ യോഗ്യരായ കൂടുതൽ ആൾക്കാരുണ്ടാകും. അവർ തമ്മിൽ മത്സരം ഉണ്ടാകും. അതുണ്ടാവണം. തർക്കങ്ങൾ ഉണ്ടാവണം, വിയോജിപ്പുകൾ ഉണ്ടാവണം. പക്ഷെ അത് ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള വിരട്ടലിലേക്കൊന്നും പോകാതിരുന്നാൽ മാത്രം മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.